വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 19 അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്ഥ്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദിമോസും അവിടെ ഉണ്ടായിരുന്നു. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബർഖമോർ. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 19 അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ മരണശേഷം അവനെ സംസ്കരിക്കുന്നതിനായി 2 രഹസ്യ ശിഷ്യന്മാർ കടന്നു വരുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. നിക്കോദിമോസ്, അരിമത്ഥ്യക്കാരൻ ജോസഫ് എന്നീ 2 വ്യക്തികൾ യഹൂദരുടെ ആലോചന സംഘത്തിൽപ്പെട്ട 2 വ്യക്തികളായിരുന്നു. അന്നത്തെ മതപരമായ ചുറ്റുപാടിൽ തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ് 2 യഹൂദ പ്രമുഖർ, 2 നിയമപണ്ഡിതർ യേശുവിൻ്റെ ശിഷ്യവലയത്തിൽ ആയിരിക്കുക എന്നത്. നിക്കോദിമോസിനെ നാം ആദ്യമായി കാണുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. രാത്രിയിൽ യേശുവിനെ സന്ദർശിക്കുകയും അവനുമായി നിത്യജീവനെക്കുറിച്ചുള്ള സംവാദം നടത്തുകയും ചെയ്യുന്ന നിക്കോദിമോസിനെ നാം ഇവിടെ പരിചയപ്പെടുന്നു. തുടർന്ന് 7 അധ്യായത്തിൽ 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ വധിക്കുന്നതിനുള്ള ആലോചന നടക്കുമ്പോൾ അതിന് തടസ്സവാദം പറയുന്ന ഒരു വ്യക്തി ഈ നിക്കോദിമോസാണ്. ജോസഫിനെ സുവിശേഷകന്മാരെല്ലാം പരിചയപ്പെടുത്തുന്നത് യേശുവിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 57 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജോസഫ് ഒരു ധനികനാണെന്നും തൻ്റെ സ്വന്തം കല്ലറയാണ് യേശുവിൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ഒരുക്കിയത് എന്നും അവിടെ പറയുന്നു. വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും ഇദ്ദേഹത്തെ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന ഒരാളായും വളരെ ധൈര്യശാലിയുമായ ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ 2 വ്യക്തികൾ യേശുവിനെ പരസ്യമായി അനുഗമിക്കാതിരുന്നത് എന്നത് നമുക്ക് വ്യക്തമായി അറിയാം. തങ്ങളായിരിക്കുന്ന മതസമൂഹത്തിൻ്റെ ചിന്താശൈലികളോട് ചേർന്നു പോകുന്നത് സുരക്ഷിതമാണെന്നറിഞ്ഞുകൊണ്ടും യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്നത് തങ്ങളുടെ ബഹുമാന്യസ്ഥാനത്തിന് ക്ഷതമേൽക്കും എന്ന കാരണത്താലാണ്. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർ യേശുവിനെ പരസ്യമായി ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശുവിലേക്ക് അവർ പരസ്യമായി തിരിയുന്നത്? വളരെ മുമ്പ് തന്നെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12 അധ്യായം 32 വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ കുരിശുമരണത്തെയാണ്. കുരിശിൻ്റെ ശക്തിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഏതൊരു ഭീരുവിനെയും ധൈര്യശാലിയാക്കി മാറ്റുന്ന വലിയ ശക്തിയാണ് കുരിശിനുള്ളത്. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരെ, ആഴമില്ലാത്തവരെ യേശുവിനായി ജീവിതത്തിൽ ഒരു നിശ്ചിത തീരുമാനമെടുക്കുവാൻ ഈ കുരിശിൻ്റെ ശക്തി നമ്മെ സഹായിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ
കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് അർത്ഥവത്താകുന്നത്, രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയത്രേ. സ്നേഹമുള്ളവരെ, കുരിശ് ഇന്നും നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികൾ നമ്മെ പലപ്പോഴും സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ ചിന്താശൈലികൾ, പ്രത്യയശാസ്ത്രങ്ങൾ ഇവയെല്ലാം ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുമ്പോൾ ക്രൂശിതൻ്റെ മുഖം നമ്മെ വീണ്ടും വിശ്വാസത്തിൽ സ്ഥിരോത്സാഹികളും ത്യാഗസന്നദ്ധരുമാക്കി മാറ്റുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യാം. നാം എപ്രകാരമാണ് നമ്മുടെ സ്നേഹിതരോടും അയൽക്കാരോടും ഈ കുരിശിൻ്റെ സന്ദേശം നാം നൽകുന്നത് എന്ന് ചിന്തിക്കാം. പരസ്പരം ക്ഷമിക്കുവാനും ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനും ഏതൊരു സഹനത്തിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ക്രൂശിതൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കുരിശിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈ കുരിശിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം. അപ്രകാരം ക്രൂശിതൻ്റെ സന്ദേശം ഓരോ ഹൃദയങ്ങളിലേക്കും നാം ഇറക്കി ചെല്ലുമ്പോൾ അവിടെയാണ് ഇന്നും ക്രൂശിതൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത്. ഈ ഒരു ചിന്തയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ക്രൂശിതൻ്റെ യഥാർത്ഥ സാക്ഷികളായി വലിയ പ്രകാശമായി ഈ ലോകത്തിൽ വിളങ്ങി നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ.